ഹായ് ഗൈസ്, വൺസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ മോഡൽ എക്സാമിങ് എത്തിയിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ മാത്രമേ നമ്മളെ മോഡൽ എക്സാമിന് ബാക്കിയുള്ളൂ അല്ലേ. പലരും പല രീതിയിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന കുട്ടികൾ ഒരു 10% ആളുകളും ഏറെക്കുറെ കൃത്യമായ രീതിയിൽ മോഡൽ എക്സാമിനെ വരവേൽക്കാൻ റെഡിയായ ആളുകളാണ്. എന്നാൽ ഈ വരുന്ന പകുതിയോളം വരുന്ന മറ്റു വിഭാഗം ആളുകൾ അവർ ഇപ്പോഴും സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആണ്. ഞാൻ ഏത് രീതിയിൽ പഠിക്കണം, ഞാൻ എങ്ങനെ പഠിക്കണം. ശരിക്കും എജുപോണിൻ്റെ ലൈവ് ഫോളോ ചെയ്യുന്ന, എജുപോണിൻ്റെ ക്ലാസ്സസ് ഫോളോ ചെയ്യുന്ന, എജുപോണിനെ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു അവർക്ക് വലിയ ഡൗട്ടുകളോ അല്ലെങ്കിൽ ആ വലിയ ഏത് ട്രാക്കിൽ ഞാൻ പോകണം, ഏത് രീതിയിൽ ഞാൻ പഠിക്കണം എന്ന സംശയങ്ങൾ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും അല്ലേ. കാരണം നിങ്ങൾ കൃത്യമായി നമ്മളെ റൂട്ടിൽ വരുന്ന ആളുകളാണ്. ഓരോ സന്ദർഭത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് നിങ്ങളുടെ സ്റ്റഡി നിങ്ങൾ കൊണ്ടുപോകേണ്ടത്, ഓരോ എക്സാമിന് ഏത് ടോപ്പിക്കിലാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, ഏത് ചാപ്റ്ററാണ് കൂടുതൽ പഠിക്കേണ്ടത് എന്ന് കൃത്യമായ ഒരു ഗൈഡൻസ് ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഓരോ നിങ്ങളുടെ ഓരോ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കാണാനും സാധിക്കും അല്ലേ. പക്ഷെ ഒരുപാട് കുട്ടികൾ ഇപ്പോഴും എജുപോണിൻ്റെ ക്ലാസ് കാണാത്ത, എജുപോണിൻ്റെ ഈ ഒരു നമ്മുടെ ഒരു സിസ്റ്റത്തിലേക്ക് എത്താത്ത ഒരുപാട് ആളുകളുണ്ട്. അവരിലേക്ക് നിർബന്ധമായി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു. അതായത് നിങ്ങളെ ക്ലാസ്സിൽ പഠിക്കുന്ന ഓരോ കുട്ടിയും എന്ത് ചെയ്യണം, നമ്മുടെ തിങ്കളാഴ്ച നിങ്ങളുടെ മോഡൽ എക്സാം സ്പെഷ്യൽ സ്റ്റഡി പ്ലാൻ വരാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ +1ലെയും +2ൻ്റെയും 2 ചാനൽ നമ്മുടെ എന്ത് വരാൻ വേണ്ടി പോകുന്നു, നമ്മുടെ സ്റ്റഡി പ്ലാൻ വരാൻ വേണ്ടി പോകുന്നു. നമുക്കറിയാം നമ്മുടെ കൃത്യം 7 മണിക്കേക്ക് നമ്മുടെ സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുക. നിർബന്ധമായും എല്ലാ കുട്ടികളും എവിടെ ഉണ്ടായിരിക്കണം, നമ്മളെ സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കണം. കാരണം മോഡൽ എക്സാം ഒരിക്കൽ നിങ്ങൾ മോഡൽ എക്സാമിന് ഇത് മോഡലല്ല, നമുക്ക് പബ്ലിക് നോക്കാം. ഇനി അങ്ങനെ പറഞ്ഞ് നിങ്ങൾ നമ്മുടെ സ്ഥിരം ഒരു പരിപാടി മാറ്റി വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് അല്ലേ. നമ്മൾ ഇത് അടുത്തതിൽ നോക്കണം അങ്ങനെ നമ്മൾ എത്രയോ കാര്യങ്ങൾ അടുത്തതിൽ നോക്കാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചു കഴിഞ്ഞു. പക്ഷേ ഇനി അടുത്തതില്ല. നിങ്ങളുടെ ഫൈനൽ എക്സാമിലേക്ക് എത്താൻ വേണ്ടി പോകുക. അതുപോലെ +2കാരെ സംബന്ധിച്ചോളം ആണെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം അവിടെ വരാൻ വേണ്ടി പോകുന്നു അല്ലേ. സോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രഗ്ലിംഗ് ടൈമിലാണ് നിങ്ങൾ പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ വരാനിരിക്കുന്ന ഒരു സ്ട്രഗിൾ ടൈമിൽ നമുക്ക് എങ്ങനെ ലഘൂകരിക്കാം, നമുക്ക് കുറച്ചുകൂടി സിമ്പിളാക്കി എങ്ങനെ നമ്മുടെ മോഡൽ എക്സാമിന് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ആൻഡ് മോഡൽ എക്സാം പ്രിപ്പറേഷൻ ഈസ് നോട്ട് ഓൺലി ഫോർ മോഡൽ എക്സാമിനേഷൻ, ഇതിന് കൂടിയാണ് നിങ്ങളുടെ ഫൈനൽ എക്സാമിന് കൂടിയുള്ളതാണ് അല്ലേ. അപ്പോൾ ആ രീതിയിൽ തന്നെ ആ ഒരു സീരിയസ്നെസ് തന്നെ നിങ്ങൾ ഇതിനെ കണക്കാക്കണം. നിങ്ങൾ മോഡൽ എക്സാമിന് നിങ്ങൾ കണക്കാക്കണം, ആ രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കണം. ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആർക്കെങ്കിലും എനിക്ക് പോസിബിൾ അല്ല എന്ന് തോന്നുന്നുണ്ട് മക്കൾ, അത് വെറും ഒരു നിങ്ങളുടെ ഏതോ അവബോധ മനസ്സിൽ. ഇപ്പം പലപ്പോഴും എക്സാം പേടി എന്ന് ഞാൻ പറയാറുണ്ട്. എക്സാം പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാൾക്കും വരുന്ന, ഇനി നമ്മുടെ ഒരു സ്കില്ല് നമ്മൾ എവിടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുകയാണെങ്കിൽ നമുക്കൊരു ഒരു ചെറിയൊരു ഭയം നമുക്ക് അവിടെ വരാണ്ട്. അത് അത്രയേ ഉള്ളൂ, അത്ര മാത്രമായി നിങ്ങൾ കണക്കാക്കിയാൽ മതി. നിർബന്ധമായും ഒരു കുട്ടി പോലും എന്ത് ചെയ്യരുത്. ഇതൊരു ചെറിയ കടമ മാത്രമല്ല. നിങ്ങൾ ഈ പറയുന്ന വലിയൊരു ഗ്യാപ്പ് ഇതിൻ്റെ ഇടയിൽ, ഈ ഗ്യാപ്പ് നിങ്ങൾ ചാടി കടന്നാലേ ഉള്ളൂ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസ്, നിങ്ങൾ +2 ആണ് അല്ലെങ്കിൽ +1 ആയിക്കോട്ടെ, രണ്ടും ഹയർ സ്റ്റഡീസ് എന്ന് പറയുന്ന വലിയൊരു കടമ്പ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഏറ്റവും മികച്ച കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങളിത് ചാടിക്കടന്നേ പറ്റൂ. നിങ്ങൾ ഇതിനെ പേടിച്ചുകൊണ്ട് ഇവിടെ നിൽക്കാനാണ് ഉദ്ദേശമെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ അവിടെ തന്നെ നിൽക്കും. നിങ്ങളുടെ ലൈഫ് വിൽ ബി സ്റ്റക്ക് ദർ. സോ ഒരിക്കലും നമ്മൾ എജുപോണിനെ വിശ്വസിച്ച് വന്ന കുട്ടികൾക്ക് ഒരിക്കലും ആ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, തിങ്കളാഴ്ച നമ്മൾ നടക്കുന്ന സ്റ്റഡി പ്ലാനിലേക്ക് എല്ലാവരെയും കൂട്ടി നിങ്ങൾ വരിക. ആൻഡ് നിങ്ങൾക്ക് മോഡൽ എക്സാം ഒരുപാട് കൺസേൺ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ആ സബ്ജക്റ്റ് ടഫാണ്, ഇത് സബ്ജക്റ്റ് ഞങ്ങൾ ഏത് രീതിയിലാണ്, അങ്ങനെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തോ. വരാനിരിക്കുന്ന ആഴ്ചകൾ നമുക്ക് അതൊക്കെ സോൾവ് ചെയ്ത് പോകാനുള്ള ആഴ്ചകളാണ്. സോ പോസിറ്റീവായിട്ടിരിക്കുക. ആൻഡ് എപ്പോഴും ഈ ഒരു കടമ്പയെ പറ്റി നിങ്ങൾ ആലോചിക്കുക. ഇവിടെ നിന്ന് പോകാൻ പാടില്ല. നമുക്ക് എന്ത് ചെയ്യണം, ചാടി നമ്മുടെ നെക്സ്റ്റ് ലെവൽ നമുക്ക് എത്തണം. സോ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായി പഠിക്കുക. നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ പരീക്ഷ ചോദിക്കുകയുള്ളൂ. ആ ഒരു ആത്മവിശ്വാസത്തിൽ പോസിറ്റീവായിട്ടിരിക്കുക. ബാക്കി ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്.